ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെടിയെക്കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മളിതിനെ കാക്കപ്പൂ എന്നൊക്കെയാണ് പറയാറുള്ളത്. നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പറ്റും. നിറയെ പൂക്കളും തരും കേട്ടോ നമുക്ക്. ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം ഇതിൽ പൂവൊക്കെ ഉണ്ടായിട്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്നും വിത്ത് അതിൻ്റെ ഇത് പൊട്ടിയതിന് ശേഷം ഇതിൻ്റെ വിത്തുകളൊക്കെ നിലത്ത് വീണിട്ട് താനെ ചെടികൾ മുളച്ച് വരും. ഇതിൻ്റെ വിത്തുകൾ കാറ്റിലൂടെ പറന്ന് മണ്ണിൽ വീഴുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വെച്ചെടുത്ത് മാത്രമല്ല, വേറെ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ചെടികളൊക്കെ മുളച്ച് കാണുന്നുണ്ട്. ഒട്ടും തന്നെ കെയർ ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. എൻ്റെ അടുത്ത് ഇതിൻ്റെ 3 കളറാണ് കേട്ടോ ഉള്ളത്. ഞാൻ 2 കളറ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഒരു കളറ് എനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ്. ഇത് ഞാൻ വൈറ്റും ബ്ലൂ ആണ് നഴ്സറിയിൽ നിന്നും കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നിട്ട് അതിന് ശേഷം അതിൽ നിന്നും വിത്തുണ്ടായിട്ട് എനിക്ക് ഒരുപാട് തൈകൾ മുളച്ച് കിട്ടി. ഇതൊക്കെ അങ്ങനെ മുളച്ച് കിട്ടിയ തൈകളാണ്. നഴ്സറിയിൽ നിന്നും കൊണ്ടുവന്നതൊക്കെ പിന്നെ നമുക്ക് അതൊരു ഘട്ടം കഴിയുമ്പോൾ അത് പൂവൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും. അതിന് ശേഷം ഞാൻ വിത്ത് പാകിയിട്ട് മുളപ്പിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിത്ത് കാറ്റിലൂടെ വീണിട്ട് നിലത്ത് വീണിട്ട് എനിക്ക് ഒരുപാട് തൈകൾ മുളച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അതുപോലെ മുളച്ച് കിട്ടിയ തൈകളാണ്. ചില സമയത്ത് മുളച്ച് കിട്ടിയ തൈകളുടെ പൂക്കൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ചെറിയ വയലറ്റ് കളറുള്ള പൂവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലൂവിൽ തന്നെ വൈറ്റിന് പകരം യെല്ലോ ഉള്ള പൂവൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെടികളൊക്കെ നമ്മൾ ഒരു തവണ കാശ് മുടക്കി വാങ്ങിയാലും നമുക്കൊരു നഷ്ടവും വരില്ല. കാരണം ഇത് എന്നും നമുക്ക് ഗാർഡനിൽ ഉണ്ടാവും. അതിൻ്റെ നമ്മൾ വാങ്ങിയ തൈ നശിച്ചു പോയാൽ തന്നെ ഇതിൻ്റെ വിത്ത് വീണിട്ട് നമുക്ക് ഇതിൽ പുതിയ തൈകൾ മുളച്ച് വരും കേട്ടോ. ഇതാണ് ഇതിൻ്റെ വിത്ത്. പൂവായി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് ഉണങ്ങിയിട്ട് വരും. കണ്ടോ, ഇതാ ചെറിയ കണ്ണിന് പോലും കാണാത്ത അത്ര ചെറിയ വിത്തുകളാണ്. കണ്ടോ, ഇതിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വിത്തുകൾ നമ്മളിത് കൈകൊണ്ട് ഇതുപോലെ ഇതാക്കിയിട്ട് ഏത് ചട്ടിയിലാണോ ഇതിലാണോ വേണ്ടത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കതിൽ നിന്നും ചെടികൾ വരും കേട്ടോ. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ബുഷിയായിട്ട് വരും. ഞാൻ ഈ ഒരു പ്ലാന്റിന് ഒരു വളം പോലും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നാൽ പോലും എനിക്ക് ഇത്രത്തോളം ഇതിൽ പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ബുഷിയായിട്ട് വന്നിട്ട് ഒരുപാട് പൂക്കളൊക്കെ തരും കേട്ടോ. സീറോ കോസ്റ്റിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇതിൻ്റെ പൂക്കൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.